ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്യൂഡിൻ്റെ ഒരു ഡിസ്കഷൻ വീണ്ടും ചെയ്യാനാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യം പടം കണ്ട് ഫസ്റ്റ് വർഷം നമ്മൾ പടം കണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുത്തു. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഇട്ടപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ വീഡിയോ ഫോക്കസ് ഔട്ടാണ് എന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി പടങ്ങളെല്ലാം കണ്ട് അതിൻ്റെ ഡിസ്കഷനും ബാക്കി റിയാക്ഷൻ വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്യൂഡിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മതിയാവുന്നില്ല. അപ്പം നമുക്ക് ഡ്യൂഡിനെ പറ്റി നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പ് ഉണ്ട്. അതെ കാരണം പടം ഇറങ്ങിയ സമയത്ത് കണ്ടാണ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ നമുക്ക് ഓർമ്മ വരുന്ന പോലെ അല്ലേ, ഓർമ്മ വരുന്ന പോലെ നമുക്ക് പറയാം. പിന്നെ അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി എൻ്റെ നോട്ടിൻ്റെ ഇപ്പം പുറിയതാ അതോടെ മേലെ. സോ നമ്മൾ ഡ്യൂഡിനെ പറ്റി സംസാരിക്കാൻ വന്ന കീർത്തീശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അദ്ദേഹം സുധാ കൊങ്ങരയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ, പിന്നെ ഹൃദു ഹാരുൺ, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയെ പറ്റി നമ്മൾ ഒറ്റവാക്കി പറയണമെങ്കിൽ ഇപ്പം ഞാൻ പുള്ളിയുടെ പ്രദീപ് രംഗനാഥൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പം ഞാനും പുള്ളിയുടെ ഇതിനു മുമ്പ് 2 പടവും തിയേറ്ററിൽ കണ്ട ആളാണ്. അത് എനിക്ക് വർക്കായതാണ്, ഞങ്ങൾ കണ്ട് ആസ്വദിച്ചൊരു എൻ്റർടൈനർ പടമാണ്. ഇതും അതുപോലെ. പക്ഷേ ഈ പടത്തിന് ട്രെയിലറിനകത്ത് ഇവർ പടത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും തന്നെ റിവീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊരുമാതിരി കുറേ റീൽസ് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നൊരു ഫീലായിരുന്നു. ഏതാ ഒരു 10-20 റീൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുന്നൊരു ഫീൽ. ട്രെയിലർ പടം കണ്ടു വന്നിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇതെന്തോ ഒന്നും പിടികിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. വരട്ടെ പടം വരും, ഏതായാലും നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രസമുണ്ടല്ലോ, ഇത് എങ്ങോട്ടായി പടം പോകണമെന്ന് നോക്കിയിരുന്നപ്പോൾ പടം പോകുന്ന പോക്കിൽ കുറേ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നു, കോമഡികൾ ഉണ്ടാകുന്നു. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പടം ഫുള്ള് കണ്ട് എൻ്റർടൈൻഡായി. അതായത് ലാഗൊന്നും ഇല്ലാതെ ഫുള്ളി ഞാൻ എൻജോയ് ചെയ്തൊരു പടമാണ്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. അതായത് സിനിമ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ പടമായിട്ട് കാണുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നത്, പടത്തെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നില്ല. നമ്മൾ സിനിമയായിട്ട് കണ്ട് വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ജസ്റ്റ് സിനിമയ്ക്കകത്താണ് അത് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള ലൈനിലാണ് കണ്ടു വിടുന്നത്. പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിനകത്ത് ഒരുപാട് പ്രശ്നകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മൾ നമ്മുടെ ഡിസ്കഷൻ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും കാണുമ്പോൾ പലരും പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം പടം കണ്ടപ്പോൾ ഞാനിതിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടു ആസ്വദിച്ചു. പറയൂ. പ്രദീപ് രംഗനാഥൻ്റെ കട്ടഫാന. ഈ പടം ഞാൻ പറഞ്ഞില്ല, ട്രെയിലർ കണ്ടില്ല. ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ ട്രെയിലർ ഞാൻ പേഴ്സണലി കാണാറില്ല. അത് ഇപ്പം ഇവരാണ് കൂടുതലും തീരുമാനിക്കുന്നത് ഈ ട്രെയിലർ റിയാക്ട് ചെയ്യണോ എന്നൊക്കെ. അപ്പം അത് ഇപ്പം ഡ്യൂണിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടില്ല. പടം കാണാനും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം PR-ന്റെ വലിയ ഫാനാണേ പുള്ളിയെ കൊണ്ട് ഞങ്ങൾ ഡ്രാഗൺ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയതാണ്. അതെ, അന്നാണ് ഇങ്ങനെയുള്ളൊരു ഞാൻ അതിനു മുമ്പ് ലവ് ടുഡേ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സംഭവം എന്തോന്ന് അറിയാം. പക്ഷേ അതൊന്ന് കാണണമല്ലോട്ടോ, നല്ല രസമുള്ള സബ്ജക്റ്റാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടും പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ തോന്നിട്ട് ഞാനത് കണ്ടിട്ടില്ല. അപ്പം PR-ന്റെ ഡ്രാഗൺ ഗംഭീര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതും ഈ പറയുന്ന ട്രെയിലർ ഞാൻ കണ്ടില്ലായിരുന്നു. അന്ന് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എനിക്ക് എൻ്റെ ദിവസം പോയി കിട്ടി. ഡ്രാഗൺ ഭയങ്കര ഹിറ്റായ പടമാണ്. പുള്ളിയുടെ ഒപ്പീനിയൻ പുള്ളിക്കത് വർക്കാവാത്തൊരു പടമാണ്. ഞാനത് എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ടുണ്ട് അജിത്ത്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ വേണ്ടി നിന്നിട്ട് ഞാൻ പോട്ടെ ഇൻട്രോയിലാണ് പുള്ളി ആ വഴിക്ക് ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ പിടിച്ചിരുത്തി പുള്ളി മുഴുവൻ അങ്ങനെ ഇറങ്ങിപ്പോയി ശീലമില്ലാത്തതുകൊണ്ട് ഇരുന്ന് മൊത്തം കണ്ടെന്നേ ഉള്ളൂ. ഞാൻ പൊതുവെ അങ്ങനെ എത്ര മോശം പടമാണേലും ഡയറക്ടറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർക്കട്ടെ എന്നിട്ട് എൻ്റെ വായിരിക്കും കേൾപ്പിക്കാതുള്ള ലൈനാണ്. പക്ഷേ അങ്ങനെ ഡ്രാഗൺ കണ്ടു തീർത്തു. എന്നിട്ട് അപ്പം തന്നെ ഞാൻ ഈ വർഷത്തെ ടോപ്പ് 10 വേസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് ഡ്രാഗൺ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഋഷിനെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അയ്യേ നീ വിചാരിച്ചിരുന്നു. അവിടെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ചിരിയും കയ്യടി. അത് വിചാരിച്ചു പിന്നെ അവരുടെ മൂഡ് നശിപ്പിക്കണ്ട, അവർ എൻജോയ് ചെയ്യട്ടെ. അല്ലല്ല, അത് നമുക്കറിയാം. നമുക്ക് പുള്ളി വർഷങ്ങളോട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പുള്ളിക്ക് എന്ത് ടൈപ്പ് പടം വർക്കാവും നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഒന്നുകിൽ പുള്ളിക്ക് ഫണ്ണാവും ഇത്, ഇല്ലെങ്കിൽ നമുക്ക് ഫണ്ണാവും. ഏതാ ഇത് കണ്ടോണ്ടിരിക്കുക പുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് എന്ത് ഈ കാണിക്കുന്നതെന്നുള്ള ലൈനിൽ പുള്ളിയുടെ ഇത് കാണുമ്പോൾ നമുക്കൊരു രസമുണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് പല റിവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു
ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്ത് ഞങ്ങൾ കൂടുതലും അതിനകത്ത് കാണാനും ആസ്വദിക്കുന്നതൊക്കെ ആ സിനിമ അതിൻ്റെ മേക്കേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ആ സിനിമ എടുക്കുന്നത്. ഒന്നെങ്കിൽ ഒരു കഥ പറയാൻ, അല്ലെങ്കിൽ ഒരു കരുത്ത് സൊല്ലണു, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ്, ഒരു ക്രാഫ്റ്റ് എടാ ഇതിങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, ഇത് രസമില്ല, ഇത് ഒരു സ്റ്റൈൽ എന്ന് പറയും, സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് സിനിമകളുണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഈ പറയുന്നില്ല ഈ മാരിയ സെൽവരാജ്, വെട്രിമാരൻ, അവരുടെയൊക്കെ സിനിമകൾ പോലെ അവരനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ സിനിമ എന്ന മാധ്യമത്തിലൂടെ അവർ അവരുടെ അത് രാഷ്ട്രീയം എന്ന് പറയത്തില്ല, എന്നാലും ഒരു ഇങ്ങനെയുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ലെങ്കിൽ ഇത് അറിഞ്ഞോളൂ എന്നുള്ള ടൈപ്പ് സിനിമകളുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളൊരു സബ്ജക്ട്സ് നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒരു ഇച്ചിരി മാറ്റി വെക്കാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല. നമ്മൾ കൂടുതലും ജഡ്ജ് ചെയ്യുന്നത് ഫിലിം മേക്കിംഗ് ആണ്. അത് അങ്ങനെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പടങ്ങൾ അല്ലാതെയും പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ ഈ PR-ന്റെ 2 പടം ഞാൻ കണ്ടതിൽ നിന്ന് പുള്ളിയുടെ പടങ്ങളിൽ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് കരുത്തുക്കൾ അതിനകത്തുണ്ടായിരിക്കും. അതായത് പുതിയ ജനറേഷൻ. പക്ഷെ ഇത് പറയണം, പുതിയ ജനറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലേ. ഇത് എഴുതിയ ആൾക്ക് എനിക്ക് തോന്നിയത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ഒരു ഇച്ചിരി പ്രോമിസിങ് ആളാണ്. എനിക്ക് മറ്റേ ഡ്രാഗണിൽ കണ്ട പോലെ അത്രയും എന്താ പറയുക വിഷയകരമായ കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല ഫിലിം മേക്കിങ്ങിൽ. പുള്ളിയുടെ അടുത്ത പടങ്ങളിൽ കുറേ കൂടെ ബെറ്റർ സംഭവങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഒരു ഡയറക്ടറായിട്ട് തോന്നി. അതായത് ഈ പടം ഓക്കെ വാച്ചബിൾ ആണ്, എൻ്റർടൈനിങ് ആണ്. ഡ്രാഗണേക്കാൾ മച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാം എന്ന സംഗതികളാണെങ്കിലും ഫിലിം മേക്കിംഗ് രസമുണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് രസമുണ്ട്. പുള്ളിയുടെ അടുത്ത പടങ്ങൾ കുറച്ചുകൂടെ രസമായിരിക്കും തോന്നുന്നു. അതുപോലെ ഈ PR-ന്റെ കാര്യം പറഞ്ഞ പോലെ പുള്ളിയുടെ സിനിമകളിൽ വരുന്ന ഈ കരുത്തുക്കൾ എനിക്ക് ഡ്രാഗണിൽ കുറച്ചധികം പ്രോബ്ലമാറ്റിക് സംഭവങ്ങളായിട്ട് തോന്നി. അത് എൻ്റർടൈൻമെൻറ്റിനായിരിക്കും പുള്ളി അങ്ങനെ ചെയ്യുന്നത്, ബട്ട് കുറച്ചധികം ഇഷ്യൂസ് അതിനുണ്ടായിരുന്നു. അത്ര ഇഷ്യൂസ് ഇതിനില്ല. ഇതിങ്ങനെ മിക്സ്ഡ് ആയിരുന്നു. ഒരു കറുത്ത് കുഴപ്പമില്ല, അടുത്ത കറുത്ത് കുറച്ച് പ്രശ്നമാണ്. അതായത് ഒരെണ്ണം ജെൻസിക്ക്, ഒരെണ്ണം 90s അതെ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള കറുത്ത് എറിയലായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസേ ഉള്ളൂ. അല്ലാതെ ഓവറോള് ഞാൻ ഡ്രാഗൺ പാർട്ട് 2 പ്രതീക്ഷിച്ച് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് രസമുള്ള പടമായിട്ട് തോന്നി. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ സിനിമ കാണാത്തവർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിലും അല്ലേ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതായത് ഈ സിനിമ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് പ്രദീപ് രംഗനാഥൻ ഇൻവോൾവ് ആകുന്ന പ്രോജക്ട്സുകളിൽ ഉള്ള രസകരമായ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സീൻ എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പം 2 പേര് സംസാരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ ഷോട്ട് 180 ഡിഗ്രിക്ക് വെച്ച് നമ്മൾ ഒരു ആ റൂളൊക്കെ അറിയാം. പടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ പരിപാടികൾ. അതെ. അപ്പോൾ ഈ സീൻ നമ്മൾ അങ്ങനത്തെ സീനുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര ചെറിയ സീനാണെങ്കിലും എന്ത് ചെറിയ ഡയലോഗ് സീനാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ലൈക്ക് ആക്ടിങ് ആയാലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, ക്യാമറ മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു വർക്ക് അതിനകത്ത് വേണമെന്നുള്ളൊരു നിർബന്ധം ഇവർക്കുള്ളത് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് രസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതാണ് ഇങ്ങനെ ഈ സിനിമയിലെ എഡിറ്റിംഗ് ആണെങ്കിലും ഇവരുടെ ആക്ടിങ്. അതായത് എസ്പെഷ്യലി പ്രദീപ് രംഗനാഥൻ്റെ ആക്ടിങ്ങിൽ പലയിടത്തും ഓവർ ദ ടോപ്പാണ് അല്ലേ, അങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ആക്ടിങ്, മൂവ്മെന്റ്സ്, പുള്ളിക്ക് ഒരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ രജനീകാന്തിൻ്റെ കാര്യമൊക്കെ എനിക്കെപ്പോഴും പുള്ളിക്ക് ഒരേ സമയം വയ്യ എന്നാൽ അല്ല ഫേസിലെ ആ ഒരു ക്ഷീണമുണ്ട്. അതെ. അപ്പം അത് ക്ഷീണമല്ല, അതാണ് പുള്ളിയുടെ സ്ഥായി ഭാവം. അതായത് പുള്ളി നല്ലവനാണ് എല്ലാ സിനിമയിലും. പുള്ളി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നെങ്കിൽ ഞാൻ ഇത് പറയത്തില്ല. പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന അഭിനേതാവിനെയാണ് പലത് ആ ക്യാരക്ടറിനെ നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യേണ്ട ആളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്ഥായി ഭാവം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിൽ കാണുന്നത് നിങ്ങൾ ഊഹിക്കണം. എൻ്റെ മുഖത്തൊന്നും വരത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അയ്യോ അല്ല, അപ്പം നമുക്ക് ഈ ഒരു സംഭവം അത്ര വലിയ വിഷയമാവാത്തത് നമുക്ക് അങ്ങനത്തെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി തമിഴിൽ വലിയ വലിയ സ്റ്റാർസും ആയിട്ടുണ്ട് അവർ. അപ്പം പ്രദീപ് രംഗനാഥൻ്റെ സിനിമകൾ ഇപ്പോൾ 2 പടത്തിൽ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയെ തന്നെ ഒരു സ്റ്റാറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ആവും. കാരണം ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള പട്ടം മാറിയില്ല. അത് ചിമ്പു മാറ്റി ചിമ്പു മാറ്റിയല്ല. ചിമ്പു ഇപ്പൊ അത്മൻ സിലംബരസനായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ പദവി അവിടെ കിടപ്പുണ്ട്.
ഈ വിചാരം വേണ്ടേ? നമ്മളിപ്പോൾ കമ്പയർ ചെയ്യല്ല, പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നത് ഈ രജനീകാന്തിന്റെ സ്റ്റൈലുണ്ട്. ഇപ്പം ചുമ്മാ ഒരു പേന പുറകിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ എടുത്താൽ മതി, ആ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പുള്ളി എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ തട്ട് തട്ടി പേന ഇങ്ങനെ പിടിച്ച് അങ്ങനെ അത് കൊട കറക്കി പിടിച്ച് കൊട തുറക്കുന്നത് അങ്ങനെ എല്ലാത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ചുമ്മാ ചായ കുടിക്കാൻ കപ്പ് എടുക്കുന്നതിനകത്ത് ഒരു സ്റ്റൈല് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ പടത്തിന്റെ ടോണിൽ, അതായത് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള പരിപാടിയിൽ അത് സ്റ്റാർട്ട് ടു എൻ്റെ എല്ലാ സീനുകളിലും അത് കാണാൻ സാധിക്കുന്നു. അത് പിന്നെ പുള്ളി ദ ഡ്യൂഡാണ്. അതെ, ഡ്യൂഡാണ്. അങ്ങനെയാണ് പടം എസ്റ്റാബ്ലിഷ് ചെയ്ത പുള്ളി. അപ്പോൾ അത് ഓക്കെയാണ്. ഈ പടത്തിന് ആ സംഭവം ഓക്കെ ആയിരുന്നു. അത് പുള്ളിയുടെ മറ്റ് പടങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലവ് ടുഡേയിൽ എല്ലാത്തിലും ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് ഒരുപാട് എഡിറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കാണിക്കുന്നത്, ആ സൗണ്ട്, ആ കട്ട്, ആ ആക്ഷനിൽ കട്ട് ചെയ്യുന്ന, അങ്ങനെ കുറേ ഫിലിം മേക്കിംഗ് വൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു പടം. ഞാനിങ്ങനെ നോക്കി ഇത് കൊള്ളാലോ പരിപാടി, ഇത് ഇങ്ങനെ ചെയ്യും. നമ്മൾ ആലോചിച്ചോ ഈ സീൻ, നമ്മൾ യൂഷ്വലി ഒരു രണ്ടുപേർ സംസാരിക്കുന്ന സീൻ എടുത്താൽ ഇതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് രസമായിരിക്കില്ല. ആ സീനകത്ത് വളരെ നോർമലായിട്ട് കാര്യം സംസാരിച്ചാലും ആ സീൻ കാണുമ്പോൾ ഇങ്ങനെ എന്തോ പരിപാടി അതിനകത്തുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാക്കുന്ന പോലെ ഒരു ഫിലിം മേക്കിംഗ് ഈ പടത്തിലുണ്ട്. പടങ്ങളിൽ ഈ സംഭവം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്റ്റാർസിനെ പ്രസന്റ് ചെയ്യുന്ന ഓരോ സ്റ്റാർസിനും ഓരോ പടത്തിൽ ഇപ്പൊ ക്യാച്ച് ഫ്രൈസോ അല്ലെങ്കിൽ. അപ്പൊ ഇവിടെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ കുറെ എലമെന്റുകൾ ഉണ്ടായതുകൊണ്ട് ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അതിലുള്ള ഹ്യൂമറും കുറെ വർക്കായിട്ടുണ്ട്. അതിൽ കുറേ അധികം ചിരിക്കുകയും ചെയ്തു. പിന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നമ്മൾ പറയേണ്ട ഘടകം എന്ന് പറയുന്നത് മമിത ബൈജു ആണ്. അത് മമിത ബൈജു വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് കൊടുത്ത റോള് വൃത്തിയായിട്ട് ചെയ്തിട്ട് ഈ എഴുത്തില് അങ്ങനെ ഹെവി എഴുത്തല്ലത്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കൊന്നും പുള്ളിക്കാരത്തി ഇപ്പോൾ കുറച്ചധികം ആക്ടർ എന്ന നിലയിൽ വളർന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി തന്നെ ഡബ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഡബിങ് ഇഷ്യൂ അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഹാർട്ട് ഓഫ് ദി ഫിലിം എന്ന് പറയാം. അതെ, പടത്തിന്റെ മെയിൻ പാർട്ടാണ് ഇമോഷണൽ. പക്ഷെ പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ പോലും കുറച്ച് ക്വസ്റ്റ്യനബിൾ ഡിസിഷൻസ്. അതായത് നമ്മൾ ഈ പറയുന്നത് എഴുത്തിൽ ഇവർ ഈ ക്യാരക്ടേഴ്സ്, നമ്മൾ ഈ കാണുന്ന പടത്തിലെ ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അയച്ചിട്ട് ഇവർ ചെയ്യുന്ന കഥാപാത്രം, അതെ നമ്മൾ അവർ എടുക്കുന്ന വല്ല ഡിസിഷൻ നമ്മൾ അല്ലെങ്കിൽ എന്താ ചില പടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പടം ക്യാരക്ടർ ഡ്രിവണാന്ന് പറയും. അതിനർത്ഥം നമ്മളെ ഈ കഥാ സന്ദർഭം ഉണ്ടാവുന്നത് കഥാപാത്രം തീരുമാനം എടുക്കുന്നുണ്ട്. അത് നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നും. ചില പടങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇതൊരു എഴുത്തുകാരന്റെ പടമെന്ന്, കൺവീനിയന്റ് റൈറ്റിംഗ്. അതായത് ഈ എഴുത്തുകാരന് ഈ ക്യാരക്ടർ ഇത് ചെയ്യണം, അതുകൊണ്ട് ആ കഥാപാത്രം ചെയ്യുന്നു. പക്ഷെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനെ മനസ്സിലായി കഴിയുമ്പോൾ പറയും ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് എഴുത്തുകാരൻ എഴുതി വെച്ചോണ്ട് കഥാപാത്രം അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനത് എൻജോയ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം, എന്റെ പ്ലോട്ട് ഡ്രിവൺ ആണ്. ഞാൻ എപ്പോഴും നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ എൻ്റെ മെയിൻ എഴുത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് പ്ലോട്ട് ഡ്രിവൺ. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ബീറ്റ്സ് ഉണ്ട്, ഇന്ന പോയിന്റ്. അപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുള്ളി പറഞ്ഞ കൺവീനിയന്റ് റൈറ്റിംഗ് ഞാൻ ഉൾപ്പെടെ ചെയ്യാറുള്ളത് കൊണ്ട് ഈ ബീറ്റ് 1 to ബീറ്റ് 2 എത്താൻ നമ്മൾ പല രീതികളുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം ഇവിടുന്ന് ഇന്ന സാധനം ചെയ്യണം, പക്ഷെ അതിലേക്കുള്ള എഴുത്ത് കുറച്ച് കൺവീനിയൻ്റ് ആണ്. കുറച്ച് അതെന്താ എല്ലാം അങ്ങനെ വന്നല്ലോ എന്നൊരു കണ്ടോണ്ടിരിക്കുന്ന ഒരു സംശയം തോന്നും. എല്ലാം ഭയങ്കര ഒബ്വിയസ് ആണ് നടക്കണം. അങ്ങനെ സംഭവിച്ചു. കൂടുതലും ചോദ്യം നീ ചോദിക്കണ്ടാ, നീ കണ്ടാൽ മതി. ആ ക്യാരക്ടർ അവിടെ എത്തിയിട്ട് ചെയ്യുന്നത് കണ്ടോ, ഇപ്പോൾ കണ്ടോ എന്നുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അതേ ഉള്ളൂ ആ ഒരു കൺവീനിയൻ. പിന്നെ ഇത് അങ്ങനെ സീരിയസ് പടമായിട്ട് പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളും അതത്ര ഈ കൺവീനിയൻസ് ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുക. പിന്നെ ഞാൻ പേഴ്സണലി തമിഴ് സിനിമ കരുത്തുകൾ കേട്ട് ആഹാ നല്ല കരുത്ത് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് വീട്ടിൽ പോകുന്നത് കരുത്ത് കേട്ട് കഴിയുമ്പോൾ ആബ്സല്യൂട്ട് സിനിമ എന്ന് പറഞ്ഞ് എഴുതിട്ട് അങ്ങനെ ഈ കരുത്തും കൊണ്ട് വീട്ടിൽ പോയി ഇതിനനുസരിച്ച് ജീവിക്കാം എന്ന ലൈനിൽ പടത്തെ കാണാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഈ കരുത്തുകൾ വരുന്നതോ കരുത്തിന് വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ബട്ട് ഇത് സ്വീകരിക്കുന്ന വലിയൊരു ശതമാനം ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഒരു അവർക്ക് ആക്ച്വലി എല്ലാ സിനിമയും എന്തെങ്കിലും ഒന്ന് പറയണം. സിനിമ എന്ന് പറയുന്നത് എന്തോ പറയാനാണ് നിങ്ങൾ ആ സിനിമ എടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത അവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓഡിയൻസിന് ഈ മെസ്സേജിങ് ഇഷ്ടമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെസ്സേജ് പറയണ്ട, പക്ഷെ മെസ്സേജ് അണ്ടർലൈൻ ആയിട്ട് നമ്മുടെ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. മെസ്സേജ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് പഴയ തമിഴ് പടത്തിലൊക്കെ ലാസ്റ്റ് നായകൻ ഇങ്ങനെ ക്യാമറ നോക്കി എന്നിട്ട് ഒരു ഡയലോഗായിട്ട് പറയുന്നത്, അത് നമ്മുടെ വിജയണ്ണന് കുറച്ച് പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കുഴപ്പമില്ല, വിജയമായതുകൊണ്ട് നമ്മളത് അല്ല ഇപ്പൊ അതിന്റെ എന്താ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസം എന്നുള്ളതല്ല. ഇപ്പം പണ്ട് കുറച്ച് ക്യാമറ നോക്കി പറയുന്ന സംഭവങ്ങൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറെ കൂടെ ഇത് സെറ്റിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഓഡിയൻസ് ഈ പറയുന്ന പോലെ
ഇവരുടെ കാലഘട്ടത്തിൽ സിനിമ കാണുമ്പോഴാണ് ഈ കരുത്തിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഇപ്പൊ സിനിമാക്കാരായിരിക്കും ഈ റിസർച്ച് നടത്തുന്നത്. പക്ഷേ ഈ ഇപ്പോഴെന്താന്ന് വെച്ചാൽ ഈ ഓഡിയൻസ് ഇതുപോലത്തെ ഒരു 150 ഈ ഇന്റർനെറ്റും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് 150 സൈഡിൽ നിന്ന് ഇതിന്റെ 15 കരുത്തും കൊണ്ടാണ് തിയേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനൊരു കരുത്ത് പറയട്ടെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാലോടെ എന്ന് പറയും. അപ്പോൾ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ കരുത്ത് ബേസ്ഡ്, പ്രത്യേകിച്ച് ഈ പടത്തിൽ ഈ കരുത്ത് മൊത്തം വരുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡാണ്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം, ഈ ഡൈനാമിക്സിനൊക്കെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മോഡേൺ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിപ്പോ ജെൻസിയുടെ കയ്യിലും എത്തത്തില്ല, ബൂമേഴ്സ് എന്ന് പറയാൻ പാടില്ല, എന്നാൽ 80s അല്ലെ മില്ലേനിയൽസ് അല്ലല്ലോ. അപ്പം നമ്മൾ ബൂമേഴ്സ് എന്നാണ് മറ്റൊരു പറയുന്നത്. അത് തമാശയിൽ കൂടെ പറയുന്നത് ബൂമർ എന്ന്, അങ്ങനല്ല. അത് ആക്ച്വലി നമ്മളിപ്പോൾ 80s, നമ്മൾ കുറച്ച് പഴയ ആൾക്കാർക്കും ഈ ജെൻസി ആൾക്കാർക്കും ഇത് രണ്ടുപേർക്കും ഇതിങ്ങനെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. 90s ആയിരിക്കും ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇത് ചിന്തിക്കുന്നത്. കാര്യം ഈ ഡയറക്ടറും ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാം ഈ 90s ആ ഇറയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ചിന്തയും അവര് മോഡേൺ വേൾഡിൽ നോക്കിക്കാണുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അവർക്ക് ഈ കാഴ്ചപ്പാടിലെ പ്രോഗ്രസീവ് വേൾഡ് അങ്ങനെയുള്ള ലൈനിലാണ് അത്. എനിക്ക് പേഴ്സണലി മോഡേൺ ഇസ് പ്രോഗ്രസീവ് എന്നൊരു ഐഡിയ ഉണ്ട്. എന്താണോ ഇപ്പൊ നടക്കുന്നത് അതാണ് പ്രോഗ്രസീവ് എന്നൊരു ഐഡിയയോട് അത്ര യോജിക്കാത്ത ഒരാളാണ്. നമുക്കിപ്പം ചില കാര്യങ്ങൾ ട്രഡീഷണലി വർക്കായ കുറെ കാര്യങ്ങൾ അത് വർക്കാണ്, എല്ലാ ജനറേഷനും മനുഷ്യനാണെ വർക്കാണെന്നുള്ള സംഭവമാണ്. ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതിന് മാത്രം നമ്മൾ പ്രോഗ്രസീവ് ചിന്താഗതി ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്ത് ഇപ്പം നടക്കുന്നത് അതെല്ലാം പ്രോഗ്രസീവ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. തന്തയോ എന്ന് പറയും. അപ്പം പക്ഷെ ഇതിനകത്ത് കുറച്ചധികം നല്ല ആശയങ്ങളുണ്ടായിരുന്നു ആ ലൈനിലും, കുറച്ച് പഴഞ്ചൻ ആശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാന്ന് മിക്സാണ്. അപ്പം ഇങ്ങനെ പറയാൻ ഞാൻ തീരുമാനിച്ചാണ് ഈ പടം ഇറങ്ങുന്നതെന്ന് ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കർ വിചാരിച്ചാൽ അപ്പം തന്നെ നമ്മൾ ഓർത്തോണം ഇതിൻ്റെ എതിർപ്പുണ്ടാവും. അതുപോലൊരു എതിർപ്പ് ഇപ്പോഴും ഉണ്ടാവുന്നുള്ളൂ. ഈ ഇന്റർനെറ്റ് ഇത് വർക്കാകും. ഇപ്പം നമ്മൾ ആക്ച്വലി അത് ഡിസ്കഷന് ശേഷം നമ്മൾ പല ഇതും കാണുമല്ലോ, റിവ്യൂസ് കാണും. അതുപോലെ തന്നെ ഈ ട്വിറ്റർ, റെഡിറ്റിലൊക്കെ ഉള്ള ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുണ്ട് ഈ പടത്തിലെ പല കാര്യങ്ങളെ പറ്റി. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ശരിയാണ്, ആ കാര്യത്തെ നമ്മളും ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കത് വായിക്കുമ്പോൾ ഇതൊരു കാര്യമാണ് അവർ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ സിനിമയിൽ അത് ഒരുപാട് ഇടത്തുണ്ടായിരുന്നു. പടത്തിൻ്റെ ടോണും അത് പ്രശ്നം. അതായത് ഈ ചില കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്ന ടോണ്, നിങ്ങളിത് നമുക്ക് മനസ്സിലാവത്തില്ല, ഇത് ഈ സീൻ തമാശയാക്കാൻ വേണ്ടി ഈ സബ്ജക്റ്റിനെ എടുത്തതാണോ അതോ ആത്മാർത്ഥമായിട്ട് അവർക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു സാധനം പറയാൻ വേണ്ടി എടുത്താണെന്നൊരു ചെറിയ ഡൗട്ട് തോന്നും. അങ്ങനെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരു ഹോണർ കില്ലിങ്ങിനെ പറ്റി ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ ആ ശരത് കുമാറിന്റെ സീക്വൻസ് കാണിക്കുമ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടില്ലേ, ഒരു ഭയങ്കര മാസ് സീൻ പോലെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ഇവർ ഗ്ലോറിഫൈ ചെയ്യാനല്ല, ഇവർ ആ സീനിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ശരത് കുമാറിന്റെ ക്യാരക്ടറിനെ അത്ര വില്ലനായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു ലൈനാണ്. പക്ഷെ നമുക്ക് ഈ ബീജിയമും പരിപാടികളൊക്കെ എങ്ങനെ എടുക്കണം കേൾക്കുമ്പോൾ നമ്മൾ ഇത് ഹോണർ കില്ലിംഗ് ആണ്. അതായത് അവർ സ്വന്തം സഹോദരിയെ പുള്ളിക്കാരൻ മറ്റൊരു ജാതിയിലുള്ള ആളെ പ്രണയിച്ചതിന്റെ പേരിൽ അവളെ കൊല്ലുകയാണ്. അത് കിണറ്റിൽ മറ്റു ജാതിക്കാരനെ പ്രണയിച്ചെന്ന് കണക്ട് ചെയ്തിട്ട് കൊല്ലുവാണ്. എന്നിട്ട് അതേപോലെ ആ സീൻ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്ത് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇവരുടെ ഉദ്ദേശം ശരത് കുമാറിന്റെ ക്യാരക്ടർ എത്രത്തോളം നീചനാണെന്ന് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാണ്. പക്ഷെ ആ സിറ്റുവേഷനിലും ഇതിന്റെ ടോട്ടൽ പരിപാടിയും കാണുമ്പോൾ നമുക്കിത് ഓക്കെ ഇത് പാസ് ചെയ്തോടെ അടുത്ത് വരട്ടെ എന്നുള്ള ലൈനിൽ നമ്മൾ നിൽക്കുന്ന പോലെ. കാരണം നമുക്കിത് ഇങ്ങനെയാണോ ഇത് അവതരിപ്പിക്കേണ്ടത്, നമുക്ക് ഇതെന്തോ ഒരു പ്രശ്നമില്ലേ, ഇതൊരു കോമഡി ആയിട്ടാണോ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണോ കാണുന്നത്? കാരണം സീരിയസ് ആയിട്ടല്ല കാണുന്നത് നമുക്ക് മനസ്സിലാവും. ഈ ശരത് കുമാറിന്റെ ക്യാരക്ടർ സീരിയസ് ക്യാരക്ടർ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ പഠിക്കാതെ എന്ന് പറഞ്ഞ പടമില്ലേ, അതിനകത്ത് ഇങ്ങനെ എന്താ തമന്നയുടെ അച്ഛൻ വില്ലൻ, എന്നിട്ട് ഇവര് തമന്നെ അവിടെ അങ്ങനത്തെ അല്ലേ. അതെ അതെ. അപ്പൊ ആ ലൈനിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ആ ക്യാരക്ടർ ഇങ്ങനെ വേറെ നിൽക്കുക, ആ ഓണർ കില്ലിംഗ് ചെയ്യുന്ന ഭയങ്കര വില്ലൻ എന്ന ലൈനിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ ഇതൊന്നും വിഷയമില്ല. പക്ഷെ ഇത് ശരത് കുമാർ ഫസ്റ്റ് ഇൻട്രോ തുടങ്ങുന്ന പോലെ നമുക്ക് ശരത് കുമാറിന്റെ ക്യാരക്ടർ കുറച്ച് രസമുണ്ട്. അത് ഈ പുള്ളി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്നുള്ളൊരു റിവീൽ ഇന്റർവെൽ പ്രീ ഇന്റർവെൽ നമ്മൾ അത് ചിന്തിക്കത്തില്ല. പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് പുള്ളിയുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഈ പുള്ളിയുടെ മരിച്ച സഹോദരിയുടെ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ് പെങ്ങളെ തട്ടിയത് കുറച്ചോ പറയാറുണ്ട്. അതെ അതെ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം
ആ റിവീൽ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനൊരു മനുഷ്യനാണ് ഇത് ചെയ്തതെന്നുള്ളൊരു തോന്നൽ വേണം. അപ്പോൾ ആ സീനിനെ ഒരു പക്ഷേ ഇവർ ആ സീനിൻ്റെ മൂഡിനെ ചേർന്ന പോലെ ആയിരിക്കും ഇവർ ആ മ്യൂസിക് പരിപാടിയൊക്കെ ഇട്ട് അതിനെ സെറ്റ് ചെയ്തേക്കെന്ന് തോന്നും. പക്ഷെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അത്രയും നീചനായ സ്വന്തം സഹോദരിയെ കൊല്ലാൻ നേരം ഇവള് മകളോട് പറയുന്നുണ്ട്. മമിതയുടെ ക്യാരക്ടർ ആക്ച്വലി മറ്റൊരു പയ്യനെ സ്നേഹിക്കുകയാണ്. അതാണ് നമ്മുടെ ഋതു ഹാരുൻ്റെ ക്യാരക്ടർ. ഈ സിനിമയിൽ ഏറ്റവും വേഴ്സ്റ്റ് റിട്ടൺ ക്യാരക്ടറാണ് ഋതു ഹാരുൻ്റെ. അതായത് അതേ നടൻ്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്ന മൾട്ടിപ്പിൾ പോയിന്റ്. അതായത് ഋതു ഹാരിന് സ്ക്രീൻ സ്പേസ് ഇല്ല. ആ ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ആ ക്യാരക്ടർ ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ലെന്ന് മാത്രമല്ല ആ ക്യാരക്ടറിന്റെ മനസ്സിൽ കൂടെ എന്തോ പോകുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം ഞാൻ പടം കണ്ടുകൊണ്ടെന്ന് വിചാരിച്ച അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഋതു ഹാരുണും PR തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. അതിലായിരിക്കണം നമ്മൾ ഋതു ഹാരുൻ്റെ ക്യാരക്ടർ. നമുക്ക് അത്ര നേരം ഋതു ഹാരുൻ്റെ ക്യാരക്ടർ ബാക്കി ഇവന്റെ സുഹൃത്തുക്കളെ പോലെ തന്നെ ഒരാൾ ഫ്രെയിമിൽ നിൽക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങനെ ക്യാരക്ടർ വേണം അതിനുവേണ്ടി. അപ്പോൾ നമ്മുടെ ചിന്ത മമിത ബൈജുവിന് ഇപ്പൊ ഇവനെ പോലെ ഒരാളെ പ്രണയിക്കാനുള്ള, ഈ ക്യാരക്ടറിനെ പ്രണയിക്കാനുള്ള, അല്ലെങ്കിൽ ആ മമിത ബൈജുവിന്റെ കുറൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ പാരി എന്നാണ് ഇവന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാനുള്ള എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇവർ രണ്ടുപേരും നിൽക്കുന്നു, ഇവരുടെ രണ്ടുപേരും പ്രണയം ഇതെന്ത് പടത്തിൽ തന്നെ ഇവര് പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ടോ അല്ല മറ്റേ ചില ഓഡിയൻസ് മെമ്പറിന്റെ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളും റെസ്പോൺസും ഒരു ഇൻഫിലിം റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അത് ഇവന്റെ കൂട്ടുകാരനാണ്. ഇടയ്ക്കിടയ്ക്ക് അതായത് ആക്ച്വലി പടത്തിന്റെ ഒരു ലൈൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതായത് ഈ മറ്റേ എല്ലാ ലവ് സ്റ്റോറീസിലും കാമുകിക്ക് വേണ്ടി ഞാൻ ഏതറ്റം പോകും എന്ന് പറയാം. ആ അറ്റം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത് പൃഥ്വിരംഗനാഥൻ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഈ കഥയായിട്ട് ആദ്യം ഡയറക്റ്റ് വരുമ്പോൾ പുള്ളിക്കാരൻ ഇത് റിജക്ട് ചെയ്തു ഈ കട. അതിന് രണ്ടാമത് പുള്ളി കറക്റ്റ് ചെയ്ത് വീണ്ടും വന്നിട്ട് പുള്ളി റിജക്ട് ചെയ്തു. മൂന്നാമത് മൈത്രി മൂവി മേക്കേഴ്സിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് പുള്ളി വിളിച്ച് പറയുന്നത്, സാർ നിങ്ങൾക്ക് പറ്റിയൊരു നല്ല കഥ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പയ്യനെ അയക്കാതെ പറഞ്ഞു. ഈ പയ്യൻ ചെല്ലുമ്പോൾ വീണ്ടും നീ പിന്നെ പോന്നു എന്ന് ചോദിക്കുന്ന സാർ ആ പുള്ളി ഇന്റർവ്യൂ പറയുന്നത്. അങ്ങനെയാണ് ഇവരുമായിട്ട്. അപ്പം ഇവൻ എന്ത് ചെയ്താലും ഈ പടം പൃഥ്വിരംഗനാഥനെ വെച്ച് ചെയ്തു. പൃഥ്വിരംഗനാഥൻ ആദ്യം ചോദിച്ചാൽ എന്നെ നീ കോമാളി ആക്കുവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല സാർ, എന്നെ വിശ്വസിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ലൈനിലാണ് ഈ പടം. അപ്പം ഞാനും ഈ തുടക്കത്തിൽ ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ അതിനും മാത്രം എന്ത് വിഷയം അവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. സിനിമയിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ആര്യറ്റും മലയാളികൾ കണ്ടുള്ള ആര്യറ്റുവിൻ്റെ ആര്യറ്റും ഷാജഹാൻ്റെയും കൂടി ഒരു മിക്സ് പോലെ. അതായത് താൻ പ്രണയിച്ച പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്ന് തിരിച്ചറിയുകയും അവളുടെ അച്ഛൻ ഈ അവൾ പ്രണയിക്കുന്ന പയ്യൻ ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണർ കില്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ആളാണ് ശരത് കുമാർ, അതായത് നമ്മുടെ മമിത ബൈജുവിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛൻ. അപ്പോൾ ഓണർ കില്ലിങ്ങിൻ്റെ മെയിനാളാണ്. അപ്പോൾ ആ ക്യാരക്ടർ മകളോട് പറയാണ്, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെയും ഞാൻ കൊന്നു കളയും എന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി, അതായത് കാമുകിക്ക് വേണ്ടി അവളെ വിവാഹം കഴിക്കുകയാണ്. അല്ല, അത് മറ്റേ അവളുടെ ഹസ്ബൻഡാ പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും, എന്നിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാം. അതായത് ഇവിടെ അച്ഛൻ പാൻ ഇന്ത്യൻ മിനിസ്റ്ററാണ്, അതായത് പാൻ ഇന്ത്യൻ കണക്ഷൻ ഉള്ള മിനിസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്ത്യയിൽ എങ്ങോട്ടും ഇവർക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. ഇവർക്ക് ഇനി പോകാനുള്ള ചാൻസ് പറഞ്ഞാൽ എബ്രോഡ് പോകണം. അപ്പോൾ എബ്രോഡ് പോകാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പാസ്പോർട്ടില്ല, ആർക്ക് പാരിക്ക് ഒരു തേങ്ങ ഇല്ലാത്ത ഇവരെ എന്തിനാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം ഈ ക്യാരക്ടറിന്. അല്ല, അത് പടത്തിൻ സൈഡിൽ നിന്ന് മറ്റേ പടത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് അതിനകത്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കുന്നു റീസൺ ഒന്നും ഇല്ല. അതായത് ഒരു സ്ത്രീക്ക് എങ്ങനെ വേണേ ഒരു റിലേഷൻഷിപ്പിൽ എൻട്രോ എക്സിറ്റും ചെയ്യാം, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അതായത് ഈ പടത്തിന്റെ ഫസ്റ്റ് സീൻ തന്നെ ഇവൻ ആക്ച്വലി ഇവന്റെ എക്സിന്റെ കല്യാണത്തിന് ചെല്ലുകയും ആ കല്യാണത്തിന് അവിടെ വെച്ചിട്ട് ഒരു ചെറിയ കയ്യബദ്ധം മൂലം ആ പെൺകുട്ടിയുടെ താലി ആ ഒരു ത്രൂ പോയിന്റ് ഉണ്ട് പടം. ഈ പടം ശ്രമിക്കുന്നത് പെൺകുട്ടികളുടെ ഫീലിങ്സിന് ആണ് വാല്യൂ എന്ന് പറയുന്നു, അതേസമയം ആൺകുട്ടികളുടെ ഫീലിങ്സിന് വലിയ വാല്യൂ ഇല്ലെന്നും പറയുന്നുണ്ട്. ആൺകുട്ടികൾക്ക് എന്ത് വേണം ചെയ്തേ പോകാം, കുഴപ്പമില്ല, എന്ത് യാതൊരു സഹിക്കാം. അതെ, അത് പറയുന്ന ഈ പഴഞ്ചൻ ആളുകളോട് മോഡേൺ ആയിട്ട് നിന്നുകൊണ്ടൊരു മില്ലേനിയൽ പറയുകയാണ്. മറ്റേ ഫസ്റ്റ് സീനിൽ തന്നെ ഈ താലി വലിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്കും കുറച്ചധികം പേര് ഒന്ന് ഞെട്ടും. അതെങ്ങനെയാണ് അവൻ, അതെ അതെ, താലിക്ക് മര്യാദ ഇല്ല എന്ന് ലാസ്റ്റ് ഇവ ശരത് കുമാറിന്റെ ക്യാരക്ടർ, അതായത് പഴഞ്ചൻ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ശരത് കുമാർ ചോദിക്കുകയാണ്, താലിക്ക് ഒരു മര്യാദ ഇല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, താലിക്ക് വലിയ മര്യാദ ഒന്നും ഇല്ല, അതൊരു ഒബ്ജക്റ്റ് ആണല്ലോ, അത് കിട്ടിയത് ഏത് കഴുത്തിലാണ്, ആ പെൺകുട്ടിയുടെ ഫീലിങ്സിനാണ് മര്യാദ. അപ്പം ഈ സംഗതി പടത്തിൽ അത്യാവശ്യം വൃത്തിക്ക് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ
അത് കുറച്ചധികം ചോദ്യങ്ങൾ റേസ് ചെയ്യും ഈ പടത്തിന്റെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പലയിടത്തും നമുക്കിത് ചോദ്യം ചെയ്യണം തോന്നും. അപ്പോൾ ഇങ്ങനെ ആദ്യം അത്രയും സീരിയസ് ആയിട്ട് ആലോചിച്ചില്ലെങ്കിൽ ആസ്വദിക്കാം. അതെ അതെ. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ പടത്തിൻ്റെ ഈ ഫിലിം മേക്കിങ്ങും ഫണ്ണുണ്ടാവുന്നു, അങ്ങനെ അങ്ങ് പോവാണ്. പടം കണ്ടങ്ങ് അങ്ങ് പോവാം. നമ്മളിത് കണ്ടപ്പോൾ ഇത് ആര്യറ്റു പോലെ ഉണ്ടല്ലോ എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് പടം കണ്ട് തീർന്നു കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് ചോദ്യം ചെയ്യണം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ. ഇത്രയും വലിയ വില്ലനായിട്ടുള്ള ശരത് കുമാറിൻ്റെ അവസാന നിമിഷവും മകൾ കാണണമെന്ന് പറയുന്നുണ്ട്. നാട് വിട്ടു പോവുക, അതായത് കാമുകനും, അതായത് കൊല്ലുമെന്ന് പറയുന്നത് കൊച്ചിനെയാണ്. അതായത് ഇവര് ആക്ച്വലി PR ആക്ച്വലി ഇവിടെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇവിടെ കാമുകനും ഇവര് 3 പേരും ഒരു ത്രീസ്. ഇത് ഇന്റർനെറ്റിൽ ഓടുന്നത് കക്കോൾഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നത് റെഡിറ്റിൽ. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. സിനിമയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുന്നു. പക്ഷേ അതൊക്കെ കുറച്ച് ട്വിസ്റ്റഡ് മൈൻഡ്സിന്റെ ഇത്രയും ഞാൻ എന്താ പറയാ, നമുക്ക് ഈ കാണുമ്പോഴത്തേക്ക് ഇത് കുറച്ച് പ്രശ്നമാണ് അത്രയും തോന്നി. ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് ആ ചിന്ത നിന്നു. ഇവർ ആക്ച്വലി ആ ചോദ്യങ്ങൾ ഒരുപാട്. ഇപ്പം നമുക്ക് ഈ പടം ഇങ്ങനെ ടൈം ജമ്പുണ്ട് ഈ സിനിമയിൽ. 6 മാസത്തിന് ശേഷം 3 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞിങ്ങനെ. എനിക്ക് അതൊക്കെ കുറച്ച് ഈ റൈറ്റിംഗ് മാത്രമേ കുറച്ച് ഇഷ്യൂ, പ്രത്യേകിച്ച് മറ്റേ ഈ കല്യാണത്തിൽ എത്തത്തില്ലേ. അതായത് ഒന്ന് ഇവന് ഇഷ്ടമല്ല മമിത ബൈജു. അത് ആദ്യം പോലെ ഒന്ന് ആ ലൈനായിട്ട് പറയാമെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അതിന്റെ ഓർഡർ എന്ന് പറയാൻ. ഇവർ രണ്ടുപേരും കസിൻസ് ആണ്, അതായത് മുറപ്പെണ്ണും മുറച്ചെറുക്കൻ. അതെ. അപ്പം പടം തുടങ്ങുമ്പോൾ തന്നെ കുറച്ചധികം സംഗതികൾ, കുറച്ച് പുതുമയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നടക്കും. അപ്പം നമ്മളിങ്ങനെ ഓക്കെ എങ്ങോട്ടാണ് ഈ പടം പോകുന്നത്, ഡ്രാഗൺ 2 തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പം ഒരു പോയിന്റിൽ മമിത ഇവനെ പ്രപ്പോസ് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ നോക്കും, അത് വെറൈറ്റിയാണ്. സാധാരണ അങ്ങനെ സീൻ നടക്കുമ്പോഴും അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അയ്യോ ഇത് ഞാനല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നീ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ മോതിരം മേടിച്ച് തിരിച്ച് പ്രപ്പോസ് ചെയ്യും. ഇവിടെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അവിടെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്നിട്ട് പുറത്തുനിന്ന് ഇവരുടെ അടുത്ത് ചായ പിടിക്കുമ്പോഴത്തേക്കും ഇവൻ തിരിച്ച് പറയുന്നു എനിക്ക് അതും സീറോ ഫീലിങ്സ്. അതെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പം മമിതയോട് തിരിച്ചൊരു ഫീലിങ്സ് ഇല്ല. പിന്നെ അത്രയും പേരുടെ മുമ്പ് അവമാനപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞില്ല. അപ്പം മമിതയുടെ ഗംഭീര ഒരു പെർഫോമൻസ് ഉണ്ട്. ഒരു ഫീലിങ്സും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് സങ്കടപ്പെടുന്നു. അതെ, അതിൻ്റെ അങ്ങനെയുള്ള കുറച്ചധികം നല്ല ഡയറക്റ്റഡ് ആക്റ്റഡ് സീൻസ് ഉണ്ട് ഇതിനകത്ത്, പ്രത്യേകിച്ച് ഇമോഷണലി. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര എന്തൊരു കെമിസ്ട്രി, ഇവരൊന്നും അങ്ങനെ തോന്നിയില്ല. ബട്ട് ആ സീൻ വരുമ്പോഴത്തേക്കും ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഇമോഷണലിയും വർക്കാണ്. അത് കഴിഞ്ഞിട്ട് മമിത തീരുമാനിക്കുന്നു ഈ നാട് വിട്ട് പോയേക്കാം. യൂഷ്വലി നമ്മുടെ നായകന്മാർക്ക് ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ നാട് വിട്ട് പോകുന്ന പോലെ ഇവിടെ നായിക ബ്രേക്കപ്പ് ആവുന്നു. അതൊരു ജെൻഡർ സ്വിച്ച് പരിപാടി കുറച്ചധികം നടക്കുന്നുണ്ട്. അപ്പം ഇവൻ നാട് വിട്ട് പോകുന്നു, മറ്റടുത്ത് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇവന് ചെറിയൊരു ബൈക്കിൽ നിന്ന് വീണ് കഴിയുമ്പോൾ ഇവൻ, അതായത് പിന്നെ കുറച്ച് നാളത്തെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഇവർ രണ്ടുപേരും ഒന്നിക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവൻ നോ പറഞ്ഞത് അവൻ്റെ കൂട്ടുകാർക്ക് ഉൾപ്പെടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവനിങ്ങനെ ഇവനെ ബേസിക്കലി ഫോഴ്സ് ആവുന്നുണ്ട്. അല്ല അത് ഇവന്റെ ഡിസിഷൻസ് എല്ലാം ഫോഴ്സ്ഡ് ആണ്. അല്ല മറ്റുള്ള ഇപ്പൊ ക്ലൈമാക്സിൽ പോലും ആ കൺവീനിയന്റ് വേറൊരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെടുന്ന പോലും ഇവനെ സ്വന്തമായി ചിന്തിക്കണം. അവര് വേണ്ടെങ്കിൽ വേണ്ട, എന്താ ആണ് നോ പറഞ്ഞ നോ അല്ലെന്നാണോ എന്നുള്ള ഇല്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ആക്ച്വലി ഇവന്റെ ക്യാരക്ടറിനെ ചുറ്റുപാടെല്ലാം ഇങ്ങനെ പലതും പറഞ്ഞ് കേട്ടും ഒരു 6 മാസത്തോളം കഴിയുമ്പോഴത്തേക്ക് ഇവനൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ആ ആക്സിഡന്റിൽ വീണിട്ട് ഇവനെ അവിടെ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഇവൻ ആദ്യം പറയുന്നത് എനിക്ക് അവളോട് പ്രേമമാണ്. അവിടുന്ന് ഇവൻ നേരെ പോയി ഇവന്റെ മാമനായിട്ടുള്ള ശരത് കുമാർ അടുത്ത് പറയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ റെഡിയാണെന്ന് പറയുമ്പോഴത്തേക്കും മാപ്പിളെ എന്നൊക്കെ പറഞ്ഞ് നീ തന്നെ വിളിച്ച് പറയാൻ പോകുമ്പോൾ അവിടെയാണ് ഒരു വലിയ തമാശ. നമുക്ക് ആ സീനിൽ ഇപ്പോൾ ഫോൺ വിളിച്ചത് ഇവിടെ മമ്മിയോട് പറയുകയാണെങ്കിൽ മമ്മിയെ കാണാൻ വേണ്ടി ഇവിടെ ചെല്ലുകയാണെന്ന് വെച്ചാൽ ഫോൺ വിളിച്ച് പറയണം, നേരിട്ട് പോയി പറയാന്നുള്ള അവിടെ പോയി പറഞ്ഞോട്ടെ. നേരിട്ട് പോയി എന്തെങ്കിലും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക. എന്താ ഇവിടെ നാട്ടിൽ വരുന്നവരും വെയിറ്റ് ചെയ്യുക. നാട്ടില് കല്യാണത്തിന്റെ അന്ന് ഇവർ കാണുന്നത് അത് ബേസിക്കലി നമുക്കൊരു ഭയങ്കര ഇതായിട്ട് അതെനിക്ക് അവിടെയൊക്കെയാണ് കുറച്ചധികം റൈറ്റിംഗ് ഭയങ്കര ലൂസാണ് ഫീൽ ചെയ്ത ഒരു പോയിന്റ്. അതാണ് കാര്യം. അല്ലേ ഇപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം ഇവിടെ മറ്റൊരാൾ വിവാഹം കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അപ്പോഴും സംഭവിക്കും ഇല്ലേ, അത് മാറ്റി മാത്രം മതിയായിരുന്നു. അല്ല ഈ പടത്തിൽ കല്യാണം ഏതെങ്കിലും ഈ പോയിന്റിന് മുമ്പ് ഏത് പോയിന്റിൽ കണ്ടാലും ഈ പടം ഉണ്ടാവത്തില്ല. ഈ പടം ഉണ്ടാവണം, അതുകൊണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി ആ പോയിന്റിൽ കൊണ്ട് എത്തിച്ചേക്കുവാണ്. കുറച്ചധികം രസം അത് കാരണം ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കത് വേണേൽ ക്ഷമിക്കാം. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു വളരെ ഫോഴ്സ്ഫുള്ളി ഒരു സിറ്റുവേഷൻ മറ്റേ നമ്മുടെ എനിക്ക് ഓർമ്മ വന്ന് ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ്റെ പടമുണ്ട്
പുള്ളി ഒരു മീശ പഠിച്ചിട്ട് പോയി. റബ്ബിനെ ഞാൻ ആ പടം എൻജോയ് ചെയ്തുകൊണ്ട് അതിന്റെ ഭയങ്കര ലോജിക്കൽ ഫാലസിയാണ് അത്. ഇതെന്തോ ഇത് ഒട്ടും മനസ്സിലാവുന്നില്ല ഇവക്കെന്നുള്ള മീശയില്ല അത്രയും പൊട്ടിയാ. പക്ഷേ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മറ്റേ എന്തോ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫോ ആ സാധനമില്ലേ, വലിയ വാക്കുകൾ അതൊക്കെ. അല്ല അത് പൊതുവെ ഉപയോഗിച്ച് കേട്ട് വരുന്നൊരു സാധനമാണ്. അത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഈ ഡിസ്ബിലീഫിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ആ സാധനം ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് കണ്ണടച്ചു, ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് കണ്ണടച്ചാൽ കുറച്ച് രസകരമായ സംഭവം ഞാൻ പറഞ്ഞു പോക്കോളാവേ സാറേ എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടർ ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എടുക്കാൻ കഴിയാമെങ്കിൽ കുറച്ച് രസകരമായ സംഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്ക് ആവും. അതായത് അവിടെ തന്നെ, അതായത് ഇവനിപ്പം ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ളത് അവർ അവളോട് അറിയിക്കണം. അത് അറിയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവള് കല്യാണത്തിന് വേണ്ടി വരുന്നു, എല്ലാവരും കല്യാണത്തിന് അവിടെ ചെല്ലുന്നു. ഇവൻ ആക്ച്വലി ഇവളുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവൻ ആദ്യം ചെയ്യുന്നത് ഇവൻ കിസ് ചെയ്യാൻ പോവാം. ചോദ്യം ഡോറ് തുറന്ന പാടെ ഇവനങ്ങ് കയറി കിസ് ചെയ്യണം. അപ്പം വൈ മാൻ അതൊക്കെ നമ്മളല്ലെങ്കിൽ ഇതെന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇവനോട് പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇവൻ ചോദിക്കും ഇപ്പോഴും നിനക്ക് അതുണ്ടോ എന്ന് പോലും ചോദിക്കുന്നില്ല. ആദ്യം ഇപ്പോൾ കയറി ചെന്ന് ഡോറ് തുറക്കുമ്പോഴും ഇവൻ കിസ് ചെയ്യാൻ പോകണം. അത് നമ്മൾ അല്ലെങ്കിൽ ഇതെന്താണ് ഇവനൊരു ഭയങ്കര ഒരു വെറിയൻ. അതെ 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 അത് ഭയങ്കര ആ സീനൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തോന്നും. അത് ഇവർ ഉദ്ദേശിക്കുന്ന ആ സാധനം കൺവേ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ലാതെ അത് ചെയ്യാൻ പറ്റും ആ സീനിനകത്തോട്. പക്ഷെ ആ സീനൊക്കെ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇവിടെ ആക്ച്വലി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു അതെ അതെ ഇവിടെ എന്തിനും നാട്യമൊന്നുമില്ല, വിദേശത്തിന്റെ ആത്മഹത്യയല്ലോ. അല്ല ഇത് കൺഫ്യൂഷൻ ആയത് ഇവൻ ഇഷ്ടമാണ് അത് തന്നെ. ശരിയാ, അച്ഛൻ നേരത്തെ വിളിച്ചു പറഞ്ഞല്ലോ പരിപാടി. അത് കുറച്ച് നാളും വിളിച്ചു പറഞ്ഞു കല്യാണം നടക്കുന്നു. ഇതൊക്കെ അപ്പം ഇതേ ടെൻഷനോടുകൂടി അവിടെ ഇരിക്കുവാണ് വിദേശത്ത്. പിന്നെ നാട്ടിൽ വിളിച്ചു വന്നു. ചിലപ്പോൾ കല്യാണം എടുത്തപ്പോൾ കുറച്ചധികം ടെൻഷനായി കാണും. പക്ഷെ ആ സാധനം എനിക്ക് വിദേശത്തല്ലല്ലോ, നാട്ടിൽ തന്നെ എവിടെയാ വേറെ എവിടെയൊക്കെ ഉണ്ടല്ലേ ആയിരുന്നു. ഹൈദരാബാദ് വിദേശത്താണ്. പിന്നെ മറ്റൊരു പാസ്പോർട്ടിൽ എന്ന് പറയുന്നത് എങ്ങനെയാ മറ്റേ പൊട്ടൻ ഭാര്യയ്ക്ക് പാസ്പോർട്ടിൽ എന്തെങ്കിലും പറയാം. അപ്പോൾ വിദേശത്തല്ല, ആക്ച്വലി ഇവർ വേറെ എവിടെയാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യണം. സ്ഥലം വിദേശത്തല്ല, കാരണം ഇവന് പാസ്പോർട്ട് ഇല്ലല്ലോ. ഹൈദരാബാദ് അങ്ങനെയല്ലോ എവിടെയോ. അതായത് ഇവർ ഈ സ്ഥലത്തുനിന്ന് മാറി വേറെ എവിടെയോ പഠിക്കാൻ പോയിരിക്കുക. അവിടെ സംഭവിക്കും. അപ്പോൾ PR-ന്റെ കുഴപ്പം തന്നെ, അത് വണ്ടി പിടിച്ച് പോയാൽ മതിയായിരുന്നു. അതെ. അപ്പോൾ മതി ഇത് കഴിഞ്ഞിട്ട് സീൻ ഇമ്പ്രൂവ് ആകുമ്പോൾ ആത്മഹത്യ കെട്ടിയ ഇത് വെച്ചിട്ട് അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മോശം എലമെന്റിനെ എടുത്ത് ഏറ്റവും ഹാപ്പി എലമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള പരിപാടി. അപ്പോൾ അവിടെ അവരുടെ കോൺവെർസേഷനിൽ അപ്പം നമ്മുടെ മമ്മി പറയുകയാണ് ഇത് എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവൻ മരിക്കാന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നത്. ഇവൻ മരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇവനെ അങ്ങനെ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവള് ജസ്റ്റ് ഇവനെ കയറി ഇങ്ങനെ ഹഗ് ചെയ്യണം. അപ്പോഴത്തേക്കും പറയാം അങ്ങനെയാണെങ്കിൽ അവൻ മരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവളിവനെ അടിക്കും. അപ്പോൾ നിനക്കൊരു കൺഫ്യൂഷനും ഇല്ല, നിന്റെ മൈൻഡ് ഫിക്സ് ആണ്. പക്ഷേ ഇത് മാത്രം ഓക്കെയാ, ഇവിടെ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളൂ എന്ന് പറയുന്നത്. അങ്ങനത്തെ സാധനം പറയും. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവർ സെറ്റിലായി. ഓക്കെ, അപ്പോൾ അച്ഛനടുത്ത് കാര്യം പറയും. അച്ഛനടുത്ത് കാര്യം പറയുമ്പോഴാണ് കില്ലിങ്ങിന്റെ എലമെന്റ് റിവീൽ ആവുന്നത് അവിടെയാണ്. അപ്പോൾ അത് ആക്ച്വലി പ്രീ ഉണ്ടല്ലോ, അതിനുശേഷം നടക്കുന്ന ഒരു കല്യാണ സീക്വൻസാണ്. അത് ഭയങ്കര രസമായിരുന്നു. ആ സീക്വൻസിൽ ശരത് കുമാർ അല്ല, ആ സീക്വൻസ് വർക്കായത് കൊണ്ടാണ് പടം പിന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നത്. കാരണം അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇതെന്താ ഇത് മറ്റേ തമിഴ് 80-കളിലെ തമിഴ് പടമാണല്ലോ. അതെ, അവിടെ നമ്മളാലേക്ക് ഇതെന്താണ് ഇനി എങ്ങോട്ടായി പടം പോകണമെന്നുള്ള സംഭവം നിൽക്കുമല്ലോ. അവിടെ നമുക്കൊരു ഡൗട്ട് വരും, ഇത് ഇങ്ങോട്ടാണോ പോകണമെന്നൊരു തോന്നൽ വരും. കാരണം കല്യാണ എലമെന്റ് വരുന്നുണ്ട്. കാരണം ഈ ഇന്റർവെൽ പോയിന്റിൽ ഇവൻ ഇപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആണ്. അറിയാം. അപ്പം ഇനിയിപ്പം ലാസ്റ്റ് പാരി മറ്റേ പഴയ പടങ്ങളിലാണ് വന്നിട്ട് പാരി ചതിക്കുന്നു. ഒന്നുകിൽ പാരി ഒരു ഫ്രോഡായിരിക്കും, അല്ലെങ്കിൽ പാരി അവസാനം ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ പാരി ഒഴിഞ്ഞു മാറുക. അങ്ങനത്തെ മറ്റേ പഴയ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുക്കുമെന്നൊരു ഡൗട്ട് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. അമ്മാതിരി പടമായിരിക്കും വിചാരിച്ചു. അങ്ങനെയല്ല പോണത്. അവസാനം വരെയും അവസാനം വരെ ഈ ഡയറക്ടർ റൈറ്ററിന് ഈ സീനിൽ ഇതുവരെ കണ്ടുവന്ന സാധനം അല്ലാതെ വേറൊരു ലൈനിലേക്ക് ഇത് വഴിതിരിച്ച് വിടാം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പടം ത്രൂ ഔട്ട് 20 സീനുണ്ട്. 20 സീനിലും അതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനകത്തൊരു 8-10 സീനിൽ അത് വർക്കാവും, 10 സീനിൽ വർക്കാവത്തില്ല. അങ്ങനെയാണ് ഈ പടം. ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. വർക്കാവുന്ന സ്ഥലങ്ങളുണ്ട്, വർക്കാവാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏത് സ്ഥലങ്ങളാണ് നിങ്ങളെ വല്ലാണ്ട് ബാധിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ യൂഷ്വലി ഈ പടം കണ്ടാൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും അവർക്കല്ലേ. കുറച്ചധികം പ്രശ്നം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ പടത്തിനെ ഉണ്ടാവും.
മെയിൽ ഷോരിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് തോന്നിവാസമാണ് എന്ന് ചോദിക്കാം. എന്ത് തോന്നിവാസമാണ് ഈ പടത്തിൽ കാണിക്കുന്നത്, ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾ ഈ സിനിമ കാണുന്നവരുടെ ചിന്ത. ഇപ്പം നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല, നമ്മളൊരു പടം കാണാൻ പോകുന്നു, അത് സ്ക്രീനിൽ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് മാത്രം ചിന്തിച്ച് അത് ഇങ്ങോട്ട് എടുക്കാതെ വെറുതെ കണ്ടുവിടാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. പക്ഷെ അങ്ങനെ എടുക്കില്ല. നമ്മുടെ പ്രത്യേകത അറിയാമല്ലോ, നമ്മളെല്ലാം ചില കാര്യങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നമുക്ക് പടം കണ്ടാൽ പോരാ, നമുക്ക് പടത്തിനകത്ത് എന്തെങ്കിലും എടുക്കണം. അപ്പോൾ ആ എടുക്കാനുള്ള ശ്രമത്തിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് പ്രശ്നബാധിത ഏരിയകളുണ്ട് പടത്തിൽ. പിന്നെ പടത്തിൻ്റെ എനിക്ക് പേഴ്സണലി ഒരു പ്ലസ് പോയിന്റ് തോന്നുന്നു പടത്തിൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു. ബട്ട് BGM എല്ലായിടത്തും വർക്കായത്. അതായത് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും ആ മെയിൻ ഒരു തീം മ്യൂസിക് ഉണ്ട്. ആ തീം മ്യൂസിക് ഇവർ ആക്ച്വലി ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഊറും ബ്ലഡ് പാട്ടിലെ ആ ഒരു പർട്ടിക്കുലർ സോങ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ, അതായത് ഊറും ബ്ലഡ് അൺബ്ലഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ആ സാധനം അതിന്റെ പല വേരിയേഷൻസ്, എനിക്ക് തോന്നുന്നു 10 വേരിയേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ലിറിക്സ് ഭയങ്കര ആ ലിറിക്സ് ചേഞ്ച് ആവും ചേട്ടാ, ഓരോ ലിറിക്സ് ചേഞ്ച് ആയി. അത് യൂസ് ചെയ്ത് കുറച്ച് നന്നായിട്ട് അത് ഇന്റർവെല്ലാം ഇവൻ തിരിച്ചു വരുന്നിടത്തൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ അത് ഈ പടത്തിന്റെ ഇമോഷണൽ കോറായിട്ട് യൂസ് ചെയ്തപ്പോൾ വർക്കാവുന്ന സാധനം. അത് ആ മ്യൂസിക് ആക്ച്വലി നല്ല രസമാണ്. ആ സാധനം അത് ആക്ച്വലി അതിന് തന്നെ ലിറിക്സിൽ ചേഞ്ച് വരുന്നുണ്ട്, 1-2 വേർഷൻ വേരിയേഷൻസ്. ആ ഒരു പോർഷന് പല വേരിയേഷൻ വരുന്നുണ്ട് പടത്തിൽ. അതിൽ പലയിടത്തും ഈ ലിറിക്സിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടാകും. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മെയിനായിട്ടുള്ളത് ഒരു മെയിൻ തീം മ്യൂസിക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ യൂഷ്വലി സിനിമ ഈ കാണുന്ന മെയിൻ സ്ട്രീം ആക്ഷൻ പടത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സാധനമാണ്. അത് ഈ പടത്തിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ഷൻ സീൻസ് 1-2 ഉള്ളൂ. അത് ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ സീക്വൻസ്, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടല്ലോ, അതായത് ഇവനെ ആരപൊടിച്ചോളൂ യാനിക് ബെൻ ആണ് ഫൈറ്റ് ചെയ്യുന്നത്. അതും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യം, പുള്ളി തന്നെയാണ് പുള്ളിയുടെ സ്റ്റണ്ട്സ് എല്ലാം ചെയ്തേക്കുന്നത്. മറ്റേ മണ്ടയ്ക്ക് ഒന്ന് വീഴുന്നു എല്ലാം ഇങ്ങനെ വന്ന് നേരെ ക്യാമറയ്ക്ക് മുമ്പ് ഒന്ന് വീഴാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക്. അപ്പൊ അതൊക്കെ കുറച്ച് PR-ന്റെ പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യം. അതെ, ആക്ടിങ് വൈസ് ഇങ്ങനെ ഒരു മിക്സ്ഡ് ബാഗാണ്. ഞാൻ കുറച്ചു നേരം രജനീകാന്തിനെ കണ്ടു, കുറച്ചു നേരം ധനുഷിനെ കണ്ടു. PR-നെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക, എവിടെയാ PR? ഇത് രണ്ടിനും മിക്സ് ആണ്. ഇടയ്ക്ക് മറ്റേ അമ്മയായിട്ട് ഓവർ ആക്ടിങ് ചെയ്തില്ല, അതൊരു ക്യാരക്ടർ, അമ്മയുടെ അതും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു ക്യാരക്ടറാണ്. കാരണം സ്വന്തം പെങ്ങളെ ആങ്ങളെ കൊന്നു എന്ന ഇൻഫർമേഷൻ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യുവാണ്. അത് ഇപ്പം ആ ക്യാരക്ടർ തമ്മിൽ നല്ല ബന്ധമാണെന്ന് വെച്ചാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ ഓക്കെ, സ്നേഹം കാരണം ഞാനത് പറയുന്നില്ല. പക്ഷെ പുള്ളിക്കാരത്തി ആ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ ചിലപ്പം മിനിസ്റ്റർ ആയതുകൊണ്ടായിരിക്കാം. ആ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ റീസണിൻ്റെ സ്ട്രെങ്ത് എനിക്ക് മനസ്സിലായില്ല, ആ ക്യാരക്ടർ എന്തുകൊണ്ടത്. അതുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങനെ മിണ്ടത്തില്ല, അല്ലെങ്കിൽ മകനോടത് പറയാതിരിക്കുന്ന എന്ത്, കാരണം മകൻ അവരുടെ വീട്ടില്ല സകല നേരം. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ മറ്റേ ആശുപത്രി സീൻ എനിക്ക് പേഴ്സണലി വർക്കായത്. പക്ഷെ അത് ക്ലൈമാക്സിൽ അല്ല, എൻ്റെ പ്രഗ്നൻസി സീക്വൻസിൽ അത് ഒരു കോമഡി സീൻ എന്ന രീതി വർക്ക് ചെയ്യും. പക്ഷേ ഒരു ട്രഡീഷണലിസ്റ്റിന് പുള്ളി അല്ലല്ലോ ഹസ്ബൻഡ്, പിന്നെ ഇങ്ങനെ പ്രഗ്നൻസി റൂം അവൻ കയറി എന്നുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഓരോ സീനിനും നമുക്ക് തപ്പിയെടുക്കാൻ. ആ സീനിന്റെ ഇനീഷ്യലി അത് ഭയങ്കര ഒരു ഹ്യൂമർ സാധനം പോയിട്ട് അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മൂഡ് ഷിഫ്റ്റ് ആവും. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതാണ് അവിടെയൊക്കെ ഈ ഹൃദുഹാരുടെ ക്യാരക്ടറിനെ ഇവർ കാണിക്കുമ്പോൾ നമ്മൾ ഇവനെന്തോ പറയാനുണ്ട് നമുക്ക് തോന്നും. പക്ഷേ ക്യാരക്ടറിന് ഇതിൽ കൂടുതൽ എന്തോ ഉണ്ട്, പക്ഷെ അത് ഒന്നും പടത്ത് വരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവനിങ്ങനെ എന്തെങ്കിലും വരണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവസാനം എവിടെയെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടാവും ഇവർ തമ്മിൽ. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഇല്ല പടത്തിൽ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവർ രണ്ടുപേരും തന്നെ അവരുടെ കോൺവെർസേഷൻസ് എല്ലാം കോമിക്കലാണ്. അതായത് ആ സിറ്റുവേഷനകത്ത് ഇവർ രണ്ടുപേരും മാറി സംസാരിക്കുന്ന ലൈനാണ്. അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും സ്പേസ് പേഴ്സണലി രണ്ടുപേർക്കും കൂടെ പറയാനുള്ള കാര്യങ്ങളായിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാരക്ടറിനെ ഇവർ തമ്മിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഇവരുടെ കോൺവെർസേഷൻ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു കരുത്തുണ്ടാക്കാം. ഏതായാലും ഇറങ്ങി തിരിച്ച് കരുത്തുണ്ടാക്കാം. എങ്കിൽ പിന്നെ നല്ല നല്ല പോയിന്റ്സ് വെച്ചിട്ട് ഈ ക്യാരക്ടേഴ്സ് വന്നാൽ ഒരു സംഭവം ഉണ്ടാകാം. ഈ ക്യാരക്ടർ കാരണം ഈ മമിതയുടെ കുറച്ച് ഇത് മിസ്സായി പോകുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നന്നാവണം, അങ്ങനെ വേണം നമ്മൾ പിരിയാൻ എന്നുള്ള സാധനം എനിക്ക് വർക്കായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ അത് അതെന്നെ വരത്തില്ല. അത് നിന്റെ ജീവിതം ആക്ച്വലി സിനിമ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവർ എല്ലാം റിവീലായി. അതായത് ഇവൻ ആക്ച്വലി ഇവരോട് ഇഷ്ടമുണ്ടായിരുന്ന റിവീലായി. ഇപ്പോൾ ഇവർക്ക് കുട്ടിയായി. ഇവരിവിടുന്ന് കാനഡയിലേക്ക് പോകാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സംഭവം ഇവിടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ മറ്റേ റൂഫ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ആ പാസ്പോർട്ടും ഇതെല്ലാം കൂടെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഒറ്റ കയറി
അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരുടെ ഒരു ഇമോഷണൽ സീനിൽ ഒരു ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു സിനിമയുടെ ഒരു ക്ലോഷറാണ് അതെന്നുള്ള വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും പോകുന്നത് അവിടുന്ന്. കാരണം അവിടുന്ന് ഉടനെ പറയുന്നു ഇനി നിനക്കൊരു പെൺകുട്ടിയെ നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതെ നിന്നെ കിട്ടിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതായത് നിന്നെ കെട്ടിച്ചിട്ടേ പോകും. ഇവനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് അവനൊരു നല്ല പാർട്ട്ണർ അല്ല, ആ ഡിസിഷൻ നിനക്കൊരു പെൺകുട്ടി വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണം, പക്ഷേ എന്തെങ്കിലും അവന്റെ ഒരു റെസ്പോൺസ് കഴിഞ്ഞിട്ട് ആ തീരുമാനം എടുക്കുന്നെങ്കിൽ ഓക്കെയാണ്. ഇത് നീ ഒന്നും പറയണ്ട, നിന്നെ കെട്ടിച്ചിട്ട് നമ്മളായിരിക്കും ഇവനെ കെട്ടിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അവന്റെ ഒരു ചോയ്സ് അല്ലേ, അവന്റെ ആളെ വിവാഹം കഴിക്കുക എന്നുള്ളത്. ഇത് അങ്ങനല്ല, നിന്നെ ഞങ്ങൾ കെട്ടിക്കും എന്ന് പറയുന്ന അവസ്ഥ വീട്ടുകാരുടെ രീതി ആണല്ലോ. എന്താ കസിനൊന്നും അല്ല. അതെ അതെ. അപ്പോൾ വീട്ടുകാരുടെ രീതിയാണ്, അതായത് ഫാമിലി. ഇപ്പൊ നമ്മുടെ അച്ഛനാമയൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കല്യാണം കഴിക്കണം എന്ന് പറയുന്ന പോലെ കഴിക്കണം എന്നുള്ളത് അത് നമ്മുടെ ഡിസിഷൻ ആണല്ലോ, വേണോ വേണ്ടോ എന്നുള്ളത്. അത് മറ്റേ ആ സീൻ്റെ അകത്ത് ഇതുണ്ടല്ലോ, അതായത് തുടക്കം മറ്റേ സീനകത്ത് ഇവൻ പറയുന്നുണ്ട് പൊമ്പിള് മേലെ കൈവൊക്കെ കൂടാതെ അട്ടിച്ച് മഴയുടെ കരണ കുറച്ചും പേരുടെ പൊമ്പിളെ കൈവൊക്കെ കൂടാതെ അത് പൊമ്പിളെ കൈവൊക്കെ കൂടാതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അടി ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ടുവേർഡ്സ് എൻഡിനകത്ത് ടൈമിൽ മമ്മിതേക്ക് ഇട്ട് അടി കൊടുക്കും. അപ്പൊ നമ്മളല്ലെങ്കിൽ അല്ലാതെ അടി കൊടുക്കുന്ന പറഞ്ഞ ഇങ്ങനെ പഴയ സിനിമയെ കണ്ട പോലെ ചെറിയ അടിയൊന്നും മമിത തിരിഞ്ഞ് നമ്മൾ ചോദിച്ചോ കവളൊക്കെ തെറിച്ചു. അങ്ങനെ എന്താ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലല്ലോ. അടി കിട്ടാനുള്ള കാരണം പോലും ഓർമ്മയില്ല. അതായത് ഈ പറഞ്ഞ ഇവര് ചായ കുടിക്കുന്ന സ്പോട്ട്, പിന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശരിയാ, ബാലൻസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് മമിത ഒന്ന് തിരിച്ചു പറഞ്ഞ തിരിച്ചടി കൊടുക്കുന്നത്. അതാണ് കുറച്ച് ഓഡിയൻസ് അതാണ് കാലത്തിന്റെ കാവ്യ രീതി. അല്ല, കുറച്ച് ഓഡിയൻസിന് അത് സമാധാനമായി, ഇക്വാലിറ്റി ആയി, രണ്ടുപേർക്കും കിട്ടി. അതെ, രണ്ടുപേർക്ക് കിട്ടി. ഓക്കെ, സമാധാനം. ഇതെന്താ ഉള്ളത് പറയാൻ? എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് ഈ മറ്റേ പോയിന്റ്സ് കുറച്ചുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റേ ഇമോഷണൽ വേരിയേഷൻ ആണ് ഇത്. ഇത് കൊള്ളാം, ഇത് എടുത്ത് രസമുണ്ടല്ലോടാ, ഇത് പുതുമയുണ്ട്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഓക്കെ പടമാണ് ഇത്. കണ്ടാൽ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തോന്നും. അതായത് സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം പടത്തിന് ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടൽ ഫീൽ ഇല്ലായിരുന്നു. സിനിമ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിയങ്ങ് പോവാണ്. ഒരുപാട് പേർക്ക് സെക്കൻഡ് ഹാഫ് വലിഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം സെക്കൻഡ് ഹാഫ് വലിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇന്റർവൽ കൊണ്ട് നിർത്തുന്ന ഒരു പോയിന്റ് അതിനൊരു നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു നമുക്കൊരു ഹൈ മൊമെന്റ് ഉണ്ടാവും. തമാശ പറഞ്ഞിട്ട് കുറെ കൂടി ഇമോഷണൽ ആവുന്നില്ല. അത് സെക്കൻഡ് ഹാഫ് അല്ല പറഞ്ഞാല് മറ്റേ ഞാൻ ആക്ച്വലി സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഈ സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കാനാ പാടി പടത്തിന്റെ. കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഒരു രസമുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തിയില്ല. ഇനി എവിടെ അങ്ങോട്ട് പടം കൊണ്ടുപോകണമെങ്കിൽ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംഭവം നടക്കണ്ടേ. അപ്പോൾ ഇവർ ആക്ച്വലി എല്ലാ സീനിലും ഓരോ ശ്രമമുണ്ട്. ഇത് കുറച്ച് രസകരമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞാൽ ഇങ്ങനെ മിക്സ്ഡ് എലമെന്റ് ആണ്. അതായത് മറ്റേ ഇവള് പ്രഗ്നന്റ് ആണെന്ന് റിവീൽ ആവുന്ന ഒരു സീനുണ്ടല്ലോ, ഏതാ വിസ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് പുറത്ത് വന്നതിന് ശേഷം ഒരു കോൺവെർസേഷൻ ഉണ്ട് വേണ്ട. അതിൽ കുറച്ചധികം നേരം ഇങ്ങനെ അവിടെ കിടന്ന് കുറച്ചധികം നേരം കളി. അങ്ങനെ കുറച്ച് പാസ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന സീനിൽ അത് ഡയലോഗ് വൈസ് ഇങ്ങനെ പാസ്പോർട്ട് ഇല്ലേ, പാസ്പോർട്ട് ഇല്ല, അങ്ങനെ കുറച്ച് നേരം നമ്മൾ പറഞ്ഞു മനസ്സിലായി. ഇനി അടുത്ത സീനിലേക്ക് പോകുന്നു പറയുന്നത്. അപ്പൊ ഈ സീൻ ഹാൻഡിൽ ചെയ്തത് എനിക്ക് ഭയങ്കര പുതുമായിട്ട് തോന്നി. ഞാൻ പ്രഗ്നന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഭയങ്കര എക്സ്ട്രീം ഇമോഷണൽ സീനാണ് അപ്പോഴത്തേക്കും. പക്ഷെ അത് അങ്ങനെയല്ല ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തത്. ഇതിനകത്ത് വേറൊരു ലൈനിലാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ അബൂട്ടി എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അത് ബോഡി ഓൺ ഡിസിഷൻ എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു ഇനി ഈ അബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു തവണ കൂടെ എന്താ യൂട്രസിന് അത്ര പവർ ഇല്ല എന്നുള്ള കയ്യിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാ വേണ്ട അബോട്ട് ചെയ്യണമെന്നല്ലോ. അപ്പോൾ ഇവിടെ പറയില്ല എൻ്റെ ഡിസിഷനാണ്, എൻ്റെ ബോഡി ഡിസിഷൻ. അപ്പോൾ നമ്മളിതെല്ലാം കുറച്ച് കൺഫ്യൂഷനാണ് എടുക്കുന്നത്. അതായത് മറ്റൊരാൾ എപ്പോഴും ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ സിറ്റുവേഷൻ വൈസ് ഇങ്ങനെ ഫോഴ്സ്ഡ് ആണ് എല്ലാവരും. ഇത് ഈ ഡിസിഷൻ ഞാൻ എടുക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ. അല്ല, ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നില്ല. അതായത് ഡിസിഷൻ ഫൈനൽ നീ എടുത്താലും നമ്മൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് അതിൻ്റെ ബേസിൽ നീ ചിന്തിച്ച് നീ ഡിസിഷൻ എടുക്കണം. പക്ഷെ ആ കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ല ആ കോൺവെർസേഷൻ്റെ അർത്ഥം ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യാമെന്ന് അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. ആരെങ്കിലും ഒരാൾ മറ്റേയാളുടെ ബേസിസിൽ ഒരു ഡിസിഷൻ എടുക്കുന്നു, എന്നിട്ട് അതിനെ വളരെ പ്രോഗ്രസീവ് ആണ് ഞങ്ങളെല്ലാവരും. ഇത് മറ്റേ ഈ കുറേ വോക്ക് ആളുകളുടെ ഈ എന്താ പറയുക ഐഡിയോളജീസിനെ കുറിച്ച് കുറേ ടോക്കൊക്കെ കേട്ടിട്ട് അതിനകത്ത് ഒരു 10 വാക്ക് എടുത്തിട്ട് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ സാധനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ എലമെന്റിനൊക്കെ ടച്ച് ചെയ്ത് പോകാം. പക്ഷെ അതിലേക്ക് ഒരുപാട് പോയ പ്രശ്നമാണ് സർഫസ് ലെവലിൽ തട്ടിവിടുക. മൈ ബോഡി മൈ ഡിസിഷൻ എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് ഈ അബോഷനെതിരെയും ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് അബോഷൻ കുറച്ച് ചർച്ചകൾ വരുമ്പം പറയുന്ന കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഈ എൻ്റെ ബോഡി എൻ്റെ ഡിസിഷൻ ഇത് ആരെങ്കിലും ഒരു ക്യാരക്ടർ പറയണം. അങ്ങനെ കുറച്ച് വളരെ കൊമേഴ്ഷ്യൽ ലൈൻ വോക്ക്നെസ് ആണ് അല്ലെങ്കിൽ പ്രോഗ്രസീവ്നെസ് ആണ് പടത്തിലുണ്ട്. ഇത്
പടത്തിന് ചേരുമായിരുന്നു. അതുകൊണ്ട് ആണ് നമ്മൾ അതെ ഈ പടം ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ അല്ലേ, സീരിയസ് ആയിട്ട് എടുക്കാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അത് കണ്ട് ഇങ്ങനെ മറന്നു കളയാവുന്ന സാധനങ്ങളാണ്. അല്ല അതല്ല എല്ലാവർക്കും പ്രശ്നം. ഒരേ സീനിൽ തന്നെ അതിനകത്ത് കോമഡി ഉണ്ട്, കുറച്ചിങ്ങനെ അപ്പം കരുത്തും സീരിയസ്നെസ്സും എല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ആയി നിൽക്കണം. അപ്പോൾ അതിനകത്ത് എന്ത് നമ്മൾ കാണുന്ന ആളില് ഏത് സാധനമാണ് കൂടുതൽ എത്തുന്നത് അതായിരിക്കും അയാളുടെ പടത്തിന്റെ റിവ്യൂ. ഞാൻ സിനിമയിലെ ഹ്യൂമർ എലമെന്റ് ആണ് കൂടുതലും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഈ സീനിലെല്ലാം നമ്മൾ ചിരിച്ചിട്ടുണ്ട്. കുറേ ഇടത്ത് നമ്മൾ ചിരിക്കാനുള്ള കുറേ എലമെന്റുകൾ ഇങ്ങനെ ത്രൂ ഇട്ട് തന്നേക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ചിരിച്ച് അങ്ങനെ പാസ് ചെയ്ത് പോകണം. മറ്റേ സാധനം എനിക്ക് തോന്നി പ്രശ്നമാകും, പക്ഷെ ഞാൻ ചിരിച്ചു. മറ്റേ പെമ്പിള്ളേര് കരയുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ണി ആവോ നിന്റെ ആയുധം എടുത്തല്ലേ വെപ്പണ വെളിയെടുത്തിട്ടിയാ ചോദിക്കുന്നില്ല. അതായത് കണ്ണുനീരെടുത്ത് വെച്ചിട്ട് അത് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, അപ്പൊ അതും ഈ പറയുന്ന പോലെ രണ്ടഭിപ്രായം വരാൻ ചാൻസ് ഉള്ള സാധനം. അതൊരു ആയുധമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു ചോദ്യം ഉണ്ടാവും പെണ്ണുങ്ങൾ, കാണുന്ന പെണ്ണുകളിൽ അത് ചോദിക്കാം. അതെന്ത് പരിപാടിയാണോ നമ്മൾ കരഞ്ഞാൽ പറഞ്ഞാൽ അതെന്നാണ് ഉനക്ക് വന്ന ബ്ലഡ് തക്കാളി എന്ന് ചോദിക്കുന്ന അതേ അവസ്ഥയാണ്. എന്താ പറയാ, എല്ലാരും ഇങ്ങനെ ചർച്ച ചെയ്ത് കാണുമ്പോഴത്തേക്കും ഒരു അത്ഭുതമാണ്. ഈ പടമാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? വേറെ എന്തൊക്കെ പടങ്ങൾ അവരെ സംബന്ധിച്ചാൽ അവർ വിജയിച്ചു. അതായത് സിനിമയെ ചർച്ച ചെയ്യാന്നുള്ളതാണ് ഗും നടക്കുന്നത്. പടത്തിലെ എല്ലാം നമ്മുടെ ടോക്ക് ഓഫ് ദ ടൗൺ ആയി. അതായത് മറ്റേ ഡയറക്ടർ ഓടിച്ചത് പ്രതികരിക്കുന്നതാണ്. എല്ലാ ഊരിലെയും നമ്മെ പറ്റിതാ പേച്ച്, ഊറും ബ്ലഡ് എല്ലാ ഊരിലെയും നമ്മളെ പറ്റിതാ പേച്ച്, എന്താ ഡൂഡ് പടത്തെ പറ്റിതാ പേച്ച് എന്ന് പറഞ്ഞിരിക്കുക. ഞാനിതിന്റെ പ്രൊമോഷൻ പാട്ടും ഒന്നും കേട്ടില്ല. ഈ റീലിൽ അവിടെ ഇവിടെയൊക്കെ ഇതിന്റെ അറ്റവും മൂലമൊക്കെ ഈ ഊറും ബ്ലഡിന്റെ ആ ഒരു പോർഷൻ ആണ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഹിറ്റ് ആകുന്നത്. തുടക്കത്തിൽ കുറച്ച് നമ്മളിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇത് എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, കുറച്ച് മിക്സ്ഡ് ആയിരുന്നു. ഒരു 5 ജോണറിൽ കൂടെ കടന്നു പോകുന്ന പാട്ട് പോലെ തോന്നാതെ ഇപ്പം സ്വപ്പം മ്യൂസിക് കേൾക്കാന്ന് വിചാരിക്കുമ്പോൾ ഈ പാട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ പാട്ടുണ്ടല്ലോ, കൊള്ളാലോ. ആക്ച്വലി അതിനകത്ത് അൺപ്ലഗ്ഡ് വേർഷൻ ഉണ്ട്, അതിനകത്താണ് ഈ പോർഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു പാട്ടുണ്ട്, അത് മറ്റേ ബൾട്ടിലെ പാട്ടുമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ടായിരുന്നു. അത് ജോണിറ്റ പാടിയായിരിക്കുന്ന പാട്ട്. അതെ പാട്ട്. പിന്നെ കോസ്റ്റ്യൂമിങ് എനിക്ക് മമിതയെ പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത്യാവശ്യം നല്ലപോലുണ്ട്. അതായത് നമുക്ക് എല്ലാ ഷോട്ടും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരു റൂമൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും, നല്ല രസമായിരുന്നു അതൊക്കെ. ബാത്റൂം ടോയ്ലറ്റ് സീനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടാണ്. രണ്ടുപേരും ഒരേ ബാത്റൂം. കരച്ചിൽ സീനാണ് കുറച്ചധികം മമിതയുടെ ശ്രദ്ധിച്ചെങ്കിൽ ഈ മമിത ഇടയ്ക്ക് മമിതയ്ക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും പറയുന്ന ഒരു എലമെന്റ് കോമഡിയാണ്. അത് പല സ്ഥലത്തും ഇവിടെയും എവിഡന്റ് ആണെങ്കിലും ചില സീനുകളിൽ മാത്രം മറ്റേ സോനയുടെ ഒരു ഛായ വരും. അതെ മറ്റേ ഇതിനകത്ത് ജഗതിച്ചേട്ടൻ ഞാൻ മാത്രമല്ല അവര് എന്ന് പറയുന്ന പോലത്തെ അതിന്റെ ഒരു അനുകരണം പോലെയൊക്കെ ഫീൽ ചെയ്തു. സോറി അപ്പിടിതാ മറ്റേ പ്രത്യേകിച്ച് കല്യാണ എന്തോ റിസപ്ഷൻ സീനിലെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ അതിൽ ഭയങ്കര രസമുള്ള സാധനം ഉണ്ടാകും. അതായത് ഇങ്ങനെ പാട്ട് ഡാൻസ് കളിക്കാൻ പഠിക്കുമ്പോൾ പോരുന്നപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര വിഷമിച്ച് കറക്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഇടും. അപ്പോൾ ഇത് ഇവന്റെ ഒരു റിയാക്ഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. റിയാക്ഷൻ കൊള്ളായിരുന്നു, മമിതയുടെ റിയാക്ഷൻ ഞാൻ കളിക്കും ഡാൻസ് ഒക്കെ സംശയിച്ചാലോ. അപ്പൊ അങ്ങനെ എക്സ്പ്രഷൻ വെച്ച് കുറെ തമാശ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ആക്ടേഴ്സിന്റെ കയ്യിലാണ്. ഇപ്പൊ ഡയറക്ടർ ഇങ്ങനെ ഈ ഷോട്ട് ഇങ്ങനെ എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആ ഷോട്ടിനകത്ത് നിന്ന് ഇവര് ഇത് ചെയ്യണം. കാരണം സിറ്റുവേഷൻ മറ്റേ ഇതിലൂടെ പോകുന്നത് ഒരു നൂൽപ്പാലത്തെ കൂടെ ഇങ്ങനെ പോവാ, ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ രണ്ടും കുഴിയില്ല. അതേപോലെ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ ഫിൽം മേക്കിംഗ് ഇതിന്റെ പാടാണ് മൊത്തത്തിൽ. കാരണം ഇതിനകത്തുനിന്ന് കോമഡി ജനറേറ്റ് ചെയ്യാൻ ഈ സിറ്റുവേഷനിൽ നിന്ന്, അപ്പം അത് വൃത്തിക്ക് അവർ ഹാൻഡിൽ ചെയ്തപ്പോൾ കൊള്ളാലോ. അപ്പൊ ആ കോമഡിയിൽ തന്നെ പലർക്കും രണ്ടഭിപ്രായം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ അത് ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കുക, എതിർക്കാൻ പറ്റുന്നവർ എതിർക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയുക, നമ്മുടെ കമൻറ്റിൽ വന്ന് പറയുക. പിന്നെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഇൻട്രോ ബെറ്റർ ഫിലിമി ക്രൂവിന്റെ വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ഒരുപാട് പേര് കാണുന്നു. പക്ഷെ ഞാൻ കമന്റിലൊക്കെ പുതിയ ആളുകളെ കാണുന്നുണ്ട്, പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇപ്പം പുതിയൊരു പരിപാടിയുണ്ട്, ഹൈപ്പ്. അതായത് നിങ്ങൾ നമ്മളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിനെ വളർത്താൻ യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ് ഹൈപ്പ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. ഈ കമന്റ് ബോക്സിൽ എടുത്തു കഴിഞ്ഞാൽ, അതിപ്പോൾ മൊബൈൽ എടുത്താൽ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചുമ്മാ ഹൈപ്പ് ചെയ്ത് വിട്, വീഡിയോ ഹൈപ്പ് ചെയ്ത് വിടുക അല്ലേ, കയറിപ്പോട്ടെ. ഞങ്ങൾ കയറി വന്നാൽ എന്ത് പറ്റും, നമുക്ക് കുറച്ച് പൈസ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ സെറ്റപ്പിൽ ബെറ്റർ പരിപാടികളൊക്കെ ചെയ്യാം.
നമുക്കൊരു ഷോർട്ട് ഫിലിമോ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഫണ്ട് വേണം. മനസ്സിലായി? പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം, അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വളർത്തണം. അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യണം. സിനിമ കണ്ടിട്ട് വന്നവരാണ് വീഡിയോ കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ഒരു ചെറിയ സ്പോയിലറായിട്ട് വെച്ചിരിക്കുന്നത്. സോ അപ്പം നിങ്ങൾ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്ക് ഇനി മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായി തിരിച്ചു വരാം, അല്ലേ?